കടലിൽ അഗ്നിഗോളം തീർത്ത് ചൈനയും റഷ്യയും. അമേരിക്കയ്ക്കെതിരെ ചൈനയും റഷ്യയും ഇറാനും ഒറ്റക്കൂട്ടായി മാറുന്നു. US-നും യൂറോപ്യൻ രാഷ്ട്രങ്ങൾക്കും ഒരു താക്കീതായിട്ട് ചൈനയുടെയും റഷ്യയുടെയും ഇറാന്റെയും യുദ്ധക്കപ്പലുകൾ ദക്ഷിണാഫ്രിക്കൻ കടലിൽ നാവികാഭ്യാസ പ്രകടനങ്ങൾ നടത്തി. വെനസ്വേല പ്രസിഡന്റിനെ US സൈനിക നീക്കത്തിലൂടെ പിടിച്ചുകൊണ്ടുപോവുകയും ഇറാനിൽ ആഭ്യന്തര കലാപം രൂക്ഷമാവുകയും ചെയ്യുന്ന സമയത്താണ് US-ന്റെ ശത്രുരാജ്യങ്ങളായി അറിയപ്പെടുന്ന ചൈനയും റഷ്യയും ഇറാനും സംയുക്ത നാവികാഭ്യാസം നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായത്. അതും US-ന് അനിഷ്ടമുള്ള ദക്ഷിണാഫ്രിക്കയുടെ കടൽ തീരത്ത്. ബ്രിക്സ് രാജ്യങ്ങളുടെ കൂട്ടായ്മ എന്ന നിലയിലാണ് ഈ നാവികാഭ്യാസം എന്ന് പറയപ്പെടുന്നുണ്ടെങ്കിൽ ബ്രിക്സ് അംഗങ്ങളായിട്ടുള്ള ഇന്ത്യ, ബ്രസീൽ എന്നിവ ഇതിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. പക്ഷെ ഒരു കാര്യം ഓർക്കുക, ചൈനയും റഷ്യയും ഇറാനും അടങ്ങുന്ന ഒരു സംയുക്ത സംവിധാനം ഒരുങ്ങുന്നുണ്ട്. അത് അമേരിക്കയ്ക്കെതിരാണ്. അമേരിക്കയ്ക്ക് ഏത് വിധേനയും പണി നൽകുക എന്നത് ഇവർ മൂന്നുപേരും വിചാരിച്ചാൽ നടക്കുന്ന കാര്യമാണ്. ഇവിടെ ബ്രിക്സിലെ അംഗങ്ങളായിട്ടുള്ള ഇന്ത്യയും ബ്രസീലും മാറി നിൽക്കുന്നുണ്ട് എങ്കിലും ഒരാവശ്യം വരുമ്പോൾ ഇവരെല്ലാവരും ഒന്നാകുന്ന ഒരവസ്ഥയിലേക്ക് എത്തപ്പെടും. അത് ചൈനയാണെങ്കിലും റഷ്യ ആണെങ്കിലും ഇറാൻ ആണെങ്കിലും അവരിപ്പോൾ ഒന്നിച്ചു നിൽക്കുന്നത് പോലെ തന്നെ ഇന്ത്യയും ബ്രസീലും ഇവരോടൊപ്പം ചേർന്നും. കാരണം ഇവരെല്ലാവരും ലോകശക്തികളായി അറിയപ്പെടുന്നവരാണ്. US-ന് കടുത്ത നീരസമുണ്ടാക്കുന്ന ചൈന, റഷ്യ, ഇറാൻ യുദ്ധക്കപ്പലുകളുടെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഈ നാവിക അഭ്യാസ പ്രകടനങ്ങൾ കഴിഞ്ഞ ആഴ്ച ആരംഭിക്കുകയായിരുന്നു. ഇന്ത്യൻ മഹാസമുദ്രവും അറ്റ്ലാന്റിക് സമുദ്രവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗമായിട്ടുള്ള ഈ സൈമൺസ് ടൗണിൽ ദക്ഷിണാഫ്രിക്കയുടെ ഉന്നത നാവിക താവള തുറമുഖത്താണ് യുദ്ധക്കപ്പലുകൾ ഇത്തരത്തിൽ നാവിക അഭ്യാസ പ്രകടനങ്ങൾ കാഴ്ചവെച്ചത്. അമേരിക്ക പല രാജ്യങ്ങൾക്കുമെതിരെ സൈനിക നീക്കം നടത്തുകയാണ് എന്നുള്ള ഭീഷണിപ്പെടുത്തലുണ്ടല്ലോ, അത് ആഭ്യന്തര കുഴപ്പങ്ങളാൽ അത്തരത്തിൽ വലഞ്ഞു പോകുന്ന ഒരു രാഷ്ട്രമായിട്ട് ഇറാൻ മാറുന്നു. മറ്റൊന്ന്, യുക്രൈൻ റഷ്യ സംഘർഷം മൂർച്ഛിപ്പിക്കുന്നു. ഇതൊക്കെ US-ന്റെ അമേരിക്കയുടെ ഇടപെടലുകൾ കൊണ്ട് നടന്നു പോകുന്നു എന്നുള്ളതും ഈ സമയത്ത് നടത്തുന്ന ഈ സൈനിക അഭ്യാസം നടത്തുന്നത് തന്നെ ഈ US-നുള്ള അല്ലെങ്കിൽ അമേരിക്കയ്ക്കുള്ള ഒരു മുന്നറിയിപ്പാണ് എന്നുള്ളതാണ്. നിങ്ങൾ ഇറാനെയും ഉക്രൈനെയും മറ്റു രാഷ്ട്രങ്ങളെയൊക്കെ പിടിച്ചടക്കാൻ നടത്തുന്ന ഈ ശ്രമം നല്ലതല്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു തിരിച്ചടിയായിരിക്കും നൽകാൻ പോകുന്നത്. അതായത് ബ്രിക്സ് എന്ന കൂട്ടായ്മയുടെ ഭാഗമായിട്ടുള്ള റഷ്യയും ചൈനയും ഇറാനും ഈ രാജ്യങ്ങളാണ് സൈനിക അഭ്യാസത്തിൽ പങ്കെടുക്കുന്നത് എങ്കിലും ബാക്കിയുള്ള രാജ്യങ്ങൾ നോക്കുകുത്തികളായി നിൽപ്പുണ്ട്. സൈനികമായിട്ടുള്ള അഭ്യാസത്തിന് വേദിയാകുന്ന ദക്ഷിണാഫ്രിക്കയും ഇതേ ബ്രിക്സിൽ അംഗമാണ്. അപ്പോൾ US-ഉമായിട്ട് ശത്രുതയുള്ളവരാണ്, അല്ലെങ്കിൽ US-ഉമായിട്ട് ശത്രുതയുള്ളവരാണ് സൈനികാഭ്യാസത്തിൽ പങ്കെടുക്കുന്ന ഈ ചൈനയായിരുന്നാലും റഷ്യയായിരുന്നാലും ഇറാനായിരുന്നാലും ഒക്കെ. ബ്രസീലും ഇന്ത്യയും ബ്രിക്സിൽ അംഗങ്ങളാണ് എങ്കിലും സൈനികാഭ്യാസത്തിൽ പങ്കെടുക്കുന്നില്ല എന്നേ ഉള്ളൂ. അറ്റ്ലാന്റിക് ഉൾപ്പെടെയുള്ള സുപ്രധാന സമുദ്രപാതകൾ അത് സംരക്ഷിക്കുന്നതിനും സ്വതന്ത്രമായിട്ടുള്ള വ്യാപാരം സംരക്ഷിക്കുന്നതിനും വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഈ സൈനിക അഭ്യാസങ്ങൾ എന്ന് ചൈന പറഞ്ഞൊഴിയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നിന്നാണ് റഷ്യയുടെ കൊടിവെച്ച ഒരു എണ്ണ ടാങ്കർ US പിടിച്ചെടുത്തത്. ഒരു സ്വതന്ത്രമായിട്ടുള്ള സഞ്ചയപാതയാണ് അത് യഥാർത്ഥത്തിൽ അറ്റ്ലാന്റിക് സമുദ്രം എന്ന് പറയപ്പെടുന്നത്. റഷ്യ ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിച്ചിരുന്നു. ഷിപ്പിംഗ് റൂട്ടുകളുടെ സുരക്ഷ, പ്രാദേശിക സമുദ്രപാതകളുടെ സ്ഥിരത എന്നിവയൊക്കെ ഉറപ്പുവരുത്തുവാൻ കൂടിയാണ് ഈ സംയുക്ത നാവിക അഭ്യാസം എന്ന് ദക്ഷിണാഫ്രിക്കയുടെ പ്രതിരോധ സേന അടക്കം മുന്നിട്ട് പറയുമ്പോഴും പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, കടലിൽ അഗ്നിഗോളം തീർക്കാൻ തന്നെയാണ് ഈ മൂവരുടെയും ശ്രമം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അമേരിക്കയ്ക്കെതിരായിട്ട് ചൈനയും റഷ്യയും ഇറാനും കൈകോർക്കുന്ന ഒരു കാഴ്ചയിലേക്ക് എത്തപ്പെടുന്നു. കടലിൽ അല്ലെങ്കിൽ കപ്പലിൽ ഏത് വിധേനയുമുള്ള തരംഗങ്ങൾ സൃഷ്ടിക്കുവാൻ, അമേരിക്കയുടെ നിലവിൽ വരുന്ന സൈനിക സംവിധാനങ്ങളെ തകർക്കുവാൻ, തീയിട്ട് ചുട്ടരിക്കുവാൻ കഴിയുന്ന തരത്തിലേക്കുള്ള സന്നാഹങ്ങളും റഷ്യയുടെ ഭാഗത്തും ചൈനയുടെ ഭാഗത്തും ഇറാന്റെ ഭാഗത്തുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മൂവരും ഒന്ന് കൈകോർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇല്ല അമേരിക്ക എന്നുള്ള കാര്യത്തിൽ അതൊരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്കെതിരെ ഇത്തരത്തിലുള്ള സമീപനങ്ങൾ സ്വീകരിക്കുമ്പോൾ കഴിഞ്ഞ കുറച്ചു കാലഘട്ടങ്ങളായി നമുക്കറിയാമല്ലോ, 2022 ശേഷം അല്ലെങ്കിൽ കൊറോണ കാലഘട്ടത്തിന് ശേഷം വലിയ പ്രതിസന്ധികളൊന്നും രാജ്യത്ത് അല്ലെങ്കിൽ ലോകത്തില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് അമേരിക്കൻ പ്രസിഡന്റായിട്ട് ഡൊണാൾഡ് ട്രംപ് വീണ്ടും അധികാരത്തിലേക്ക് എത്തപ്പെടുന്നത്. ഡൊണാൾഡ് ട്രംപ് എന്ന് പറയപ്പെടുന്നത് ഒരു നല്ല രാഷ്ട്ര മീമാംസകനല്ല, അല്ലെങ്കിൽ ഒരു നല്ല ഭരണാധികാരിയല്ല, പകരം നല്ലൊരു കച്ചവടക്കാരനാണ് എന്ന് പറയാം. ആ കച്ചവടക്കാരന് എല്ലാ രാജ്യങ്ങളെയും കച്ചവടം ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്ക്, പിടിച്ചടക്കാൻ കഴിയുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ വ്യാവസായികമായിട്ട് ലാഭം ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിലേക്ക് രാജ്യങ്ങളെ സമീപിക്കുന്നു എന്നുള്ളത്. അല്ലാതെ നയതന്ത്ര ബന്ധങ്ങൾ എന്താണ് എന്നും എന്താണ് നയതന്ത്രം എന്ന് പോലും അറിയാത്ത ഒരു രാഷ്ട്രീയ നേതാവ് അല്ലെങ്കിൽ ഒരു രാഷ്ട്രതന്ത്രത്തിന് അല്ലെങ്കിൽ ഒരു പ്രസിഡന്റ് എന്ന് പറയുന്നതാണ് മാത്രമാണ് നല്ലത്. ഒരിക്കലും രാഷ്ട്രീയ പ്രവർത്തകനോ അല്ലെങ്കിൽ രാഷ്ട്രമീമാംസകനൊന്നും പറയേണ്ടതൊന്നും കാര്യമില്ല. അത്രയ്ക്കൊന്നും ബുദ്ധിയും വിവേകമൊന്നും ഈ ട്രംപിനില്ല താൻ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ
ലോകരാജ്യങ്ങളെല്ലാവരും ഒരു ചേരിയിലേക്ക് എത്തപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. തീർത്തും അമേരിക്ക ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് ട്രംപ് തന്നെയാണ്. അപ്പോൾ ട്രംപിന്റെ അമിതമായിട്ടുള്ള ആത്മവിശ്വാസവും ഒപ്പം തന്നെ അഹങ്കാരവും അതിനൊപ്പം യുദ്ധവെറിയുമാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വിശേഷത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ആദ്യം നിക്കോളസ് മഡൂറയെ, വെനിസ്വേലയുടെ നേതാവിനെ കയ്യാമം വെച്ച് തടങ്കലിലാക്കിയപ്പോൾ തന്നെ ലോകരാജ്യങ്ങൾ ശ്രദ്ധിച്ചതാണ് ഇത് ചെയ്യുന്നത് ശരിയല്ല. അതിനുശേഷം ഗ്രീൻലാൻഡിനെ വിലയ്ക്ക് വാങ്ങാൻ ശ്രമിക്കുന്നത് കണ്ടും ലോകരാജ്യങ്ങൾ ഇടപെട്ടതാണ്. പക്ഷെ മൂന്നാമത് ഇറാനിൽ നടക്കുന്ന ആ പ്രക്ഷോഭത്തെ കുറച്ചുകൂടി കഠിനമാക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് പിന്തുണയുമായി എത്തപ്പെടുന്ന ട്രംപിനെ കണ്ടപ്പോൾ അപ്പോൾ മനസ്സിലായി ഈ ലോകത്തെ വിലയ്ക്ക് വാങ്ങുവാനും ലോകത്തെ ഏത് തരത്തിലും കൈയടക്കുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടുള്ള യാത്രയാണ് അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഇറാൻ എന്ന് പറയപ്പെടുന്ന രാജ്യത്തെ തൊട്ട് കളിച്ചപ്പോൾ ഇറാൻ പറഞ്ഞു, ഇറാനെ തൊട്ട് കഴിഞ്ഞാൽ പഴയ ഇറാനല്ല, ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന്. അവർ തിരിച്ചടിക്കും. അവർ തിരിച്ചടിച്ചു. അവർ അമേരിക്കയുടെ ഈ പറയുന്ന നാവികസേനയുടെ ഷിപ്പിംഗ് യാർഡുകളടക്കം കത്തിച്ചു കളയാൻ തയ്യാറെടുക്കുകയാണ്. അത്രയ്ക്കും ശേഷിയുള്ള ആണവായുധങ്ങൾ ഇന്ന് ഇറാന്റെ പക്കലുണ്ട്. മാത്രമല്ല സഹായത്തിനായിട്ട് ചൈനയും റഷ്യയും കൂടിയാകുമ്പോൾ ഈ അമേരിക്കയെ കടലിൽ വെച്ച് തന്നെ തീർക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. കടലിലെ ഇവരുടെ സാഹസിക അഭ്യാസങ്ങൾ, ഇപ്പോൾ ദക്ഷിണാഫ്രിക്കൻ കടലിൽ ഈ മൂന്നുപേരും ചേർന്ന് നടത്തിയ നാവിക അഭ്യാസ പ്രകടനങ്ങളുണ്ടല്ലോ, അത് ഒരു മുന്നറിയിപ്പാണ്. ഈ കടലിലേക്ക് എപ്പോഴെങ്കിലും ഇനി ഒരിക്കൽ കൂടി ഏതെങ്കിലും ഒരാളെ പിടിച്ചടക്കുവാനുള്ള ശ്രമം അമേരിക്ക നടത്തിയാൽ പിന്നെ കടലിൽ അഗ്നിഗോളം തീർത്തുകൊണ്ടായിരിക്കും ചൈനയും റഷ്യയും ഇറാനും മറുപടി പറയുക എന്നുള്ളതാണ്. അമേരിക്കക്കെതിരെ ചൈനയും റഷ്യയും ഇറാനും കൈകോർത്ത് പിടിക്കുമ്പോൾ ഒന്ന് ആലോചിക്കുക, ട്രംപിന്റെ നാളുകൾ എണ്ണപ്പെട്ടു എന്നുള്ളത്. ഇനി അമേരിക്കയ്ക്ക് ഇതിൽ നിന്നും കരകയറാൻ കഴിയില്ല എന്ന്.